സർവശക്തനെ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളിലെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ വചന ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും അങ്ങയുടെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല നാം പറയുന്ന നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യങ്ങളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവർ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതി പോകി നമ്മെ ശുദ്ധീകരിക്കാതെ വിശ്വസനം നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പനോട് ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തതല്ല. പാപം ഒഴികെ സർവ്വത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടാണത്രേ നമുക്കുള്ളത്. അതിനാൽ നമുക്ക് മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, വീഴ്ചകൾ, അറിയായ്മകൾ, പാപങ്ങളെല്ലാം ഒരു നിമിഷം നമുക്ക് ഓർക്കാം. അവയെല്ലാം ദൈവത്തിന് മുമ്പാകെ വിനയമായി ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാൻ, ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങളെ ഞങ്ങളെ മോഹങ്ങളെ നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ കൽപ്പനയിലേയും ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചേരാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യമില്ല. അച്ഛന്മാരായ കുറ്റക്കാരാ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിള്ളെ ശ്രമിക്കണമേ. ഞങ്ങളെ താവായ യേശുക്രിസ്തു മൂലം പ്രകാരം അനുദപിക്കുന്നവരെ വീണ് കേൾക്കണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിൽ ഞങ്ങൾ ദൈവത്തോട് ഇതുപോലെ കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയാശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. ദൈവവചന ശുശ്രൂഷിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പീൻ. നാം സ്വത്രാലോചനയിൽ സങ്കീർത്തനങ്ങളുടെ